എന്റെ മുതലാളി ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ കുറച്ച് അകലം പാലിക്കുന്ന നല്ലതെന്ന്. അതാ അതിന്റെ ഒരു രീതി. കക്കൂസിൽ പോയിട്ട് എങ്ങനെയാണ് അകലം പാലിക്കുന്നത്? പറയുന്നത് മനസ്സിലാക്ക്. ആ സൈഡിൽ ബാത്റൂം ഉണ്ടല്ലോ. ശരി ശരി ശരി. ഓ എടാ നാണം കെട്ടവൻ എന്തിനാണ് മുതലാളി ഇപ്പൊ മാത്രമല്ല എപ്പോഴും നമ്മൾ രണ്ടടി മാറി നിൽക്കണം. അങ്ങനെ മുതലാളി ബഹുമാനിക്കണ്ട. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. നീ പോവാൻ നോക്ക. മുതലാളി ഒറ്റയ്ക്ക് ഇരിക്കോ? കൊണ്ട് പറ്റുന്നില്ല. ആ സൈഡിലെ ബസ് വരുന്നു. മുതലാളി എന്ത് കാണിച്ചോണ്ട് നിൽക്കുക? നിങ്ങളല്ലേ പറഞ്ഞത് രണ്ടടി മാറി നിൽക്കണമെന്ന്? അടുത്ത് നിൽക്കണോ അല്ലെങ്കിൽ സ്റ്റിക്കർ ആകോ? എന്താണ് വേണ്ട വേണ്ട. മുതലാളി മുതലാളിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അതെ മുതലാളി. ഓട്ടോ ഓട്ടോ കേറ് മുതലാളി അങ്ങോട്ട്. അപ്പൊ നിങ്ങൾ വരുന്നില്ലേ? മുതലാളി ആദ്യം പോ. അതല്ലെന്നേ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം. ഞാൻ കുറച്ചങ്ങോട്ട് മാറി ഇരുന്നാ പോരെ? അല്ല മുതലാളി ആദ്യം സമാധാനമായിട്ട് പോയിക്കോ. ഞങ്ങൾ പിന്നാലെ ബസ്സിൽ വന്നോളാം. അതെ അതെ അതെ. അങ്ങനെ എല്ലാരും ബസ്സിൽ വരണ്ടല്ലോ, നമുക്ക് ഒരുമിച്ച് എന്റെ ഓട്ടോയിൽ മുതലാളി, പോവാം. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ മുതലാളി ഞങ്ങൾ തൊഴിലാളി. അതല്ല ശരവണ, പറയുന്ന മനസ്സിലാക്കും മുതലാളി. ഓട്ടോ കയറ്. അങ്ങനെ അല്ലെന്നേ, എല്ലാരും കൂടി ഒരുമിച്ച് ഓട്ടോയില്. മുതലാളി അല്ലാതെ വേറെ രൂപത്തിൽ കാണാൻ പറ്റില്ല ഞങ്ങൾക്ക്. കേറ് മുതലാളി. മുതലാളി ഒരു കുഴപ്പം കൂടെ എത്തിക്കണേ. ശരി ഇറക്കി വിടാം. മുതലാളി ആദ്യം ഏതെങ്കിലും ഹോട്ടലിൽ കയറണം. 2 ഇഡ്ഡലി കഴിക്കണം. അപ്പോഴേക്കും ഞങ്ങൾ വന്നേക്കാം. അവിടെ വന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാം. ഓക്കെ? അതൊക്കെ ശരിയാ. ബാഗിങ് മുതലാളി ഞങ്ങൾ 5 പേരുണ്ട്, ഞങ്ങൾ കൊണ്ടുവരാം. അതാണ് സേഫ്റ്റി. അതിരിക്കട്ടെ, എന്റെ പോക്കറ്റിൽ 5 പൈസ ഇല്ല. ആ ബാഗിങ് താടാ. പിന്നെ മലയാളി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ ഈ മോട്ടോക്കാരുകളൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള ആൾക്കാരാണെന്ന്? ഞാനെപ്പോഴാടാ പറഞ്ഞത്? പറയുന്നല്ലേ പറഞ്ഞത്, പറഞ്ഞെന്ന് പറഞ്ഞില്ലല്ലോ. ഒന്ന് പോ മുതലാളി. ഈ കണ്ണാടി കൂടെ വെച്ചോ, നല്ല രസമായിരിക്കും കാണാൻ. മുതലാളി മുതലാളി ഗ്ലാസ് വെച്ചു. ചേട്ടാ വണ്ടി വിട്ടു. മക്കളെ ബാഗിൽ പണം ഉണ്ടടാ. പൊക്കോ മുതലാളി. എന്റെ പുറകെ തന്നെ വന്നേക്കണേടാ. ഞാൻ കാത്തിരിക്കോ. പറയടാ. 6 മാസത്തെ മുതലും തന്നിട്ടില്ല, പലിശയും തന്നിട്ടില്ല. എപ്പോഴാ തരാൻ പോണേ? നിനക്ക് കാര്യങ്ങൾ അറിയാലോ. ഇപ്പൊ കച്ചവടം ഭയങ്കര മോശ. പണി നിർത്തിയാലോ എന്ന് കൂടി ആലോചിക്കുക. എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയണ്ട. എന്റെ മുതലിക്ക് തന്നാ മതി. എങ്ങനെയെങ്കിലും നീ ഒരു 2 ദിവസം ക്ഷമിക്ക്. ഇങ്ങനെ പറഞ്ഞാ പോരാ, വേഗം തന്നേക്കണം. എന്നെ വിശ്വാസമാണല്ലോ. തരാന്ന് പറഞ്ഞാ ഞാൻ തന്നിരിക്കും. എന്നാ ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. 1000 രൂപ ഞാൻ എണ്ണ, 500 രൂപ നീ എണ്ണ. അത്രമാത്രം പൈസ ഉണ്ടോ? എനിക്ക് പൈസ ഉണ്ടോ? വേറെ ആളെ വെച്ചോളൂ. ഈ മുതലാളിക്ക് കല്യാണം കഴിക്കാം. കൊച്ചിനെ ഞാൻ കൊച്ചിച്ചോളാം. ഏതവനാടാ കരിഞ്ഞ ഉണ്ണിയപ്പം പോലിരിക്കുന്ന ഇവനെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയത്? ഹ്യൂമറാണോ? ഹ്യൂമർ. ശരി ശരി, പോയിരുന്നോട്ടെ. എന്താ കഴിക്കാൻ വേണ്ടേ? 4 ഇഡ്ഡലി. ഇഡ്ഡലി ഉണ്ടല്ലോ മുല്ലപ്പൂ പോലെ ഇരിക്കണം. ഇലയിൽ വെക്കണോ അതോ അവളുടെ തലയിൽ വെക്കണോ എന്ന് ഒരുമാതിരി കൺഫ്യൂഷൻ ആവണമെന്നേ. അങ്ങനെ കിട്ടുമല്ലോ അല്ലേ? കെട്ടും. പിന്നെ എന്താ കോഫി. അതെങ്ങനെയാ വേണ്ടത്? അതിന്റെ അളവ് ഇത്രേ ഉണ്ടാവുള്ളൂ. കുടിച്ചിട്ട് ബാക്കി വെച്ചതുപോലെ ഉണ്ടാവണം. ആല് കുടിച്ചത് ബാക്കിയുണ്ട്, എടുത്ത് കുടിച്ചാ പണി. എന്താണോ പറഞ്ഞത്? മര്യാദക്ക് നിന്നോ. ഇഡ്ഡലിയുടെ കൂടെ എന്താണാവോ കിട്ടുന്നത്? സാമ്പാറ്. അതല്ലാതെ എന്താ ഉള്ളത്? ചമ്മന്തി ഇല്ല, ഗ്രൈൻഡർ റിപ്പയറാ. സ്വന്തമായിട്ട് അരയ്ക്കാൻ അറിയില്ലേ? 4 ഇഡ്ഡലി, 4 വിധത്തിലുള്ള ചമ്മന്തി പോയി കൊണ്ടുവരൂ. അല്ല അങ്ങോട്ട് എന്തിനാ നോക്കുന്നേ? ബണ്ണിന് ബനിയൻ ഇട്ടതുപോലെ ഉണ്ടല്ലോ നീ. ഇതിന്റെ കൂടെ കോമഡിയും ഉണ്ടല്ലേ? മുതലാളി അവിടെ എത്തിയിട്ട് കുറഞ്ഞ എല്ലാവരും സീറ്റിൽ ഇരുന്നോടാ. ഇങ്ങോട്ടൊക്കെ ആദ്യമായിട്ടാണോ മോനെ? അതെ അതെ. ഈ വണ്ടി ഭയങ്കര ചുറ്റിയാ പോണേ. ചുറ്റിത്തിരിഞ്ഞ് വന്ന വണ്ടിയാണോ ചേട്ടാ? ആ കാശ് തന്നെ. അതെ ഞങ്ങളുടെ മുതലാളിയോടെ വെയിറ്റ് ചെയ്ത് കുറഞ്ഞ ബോർഡൊക്കെ നോക്കി കേറിക്കൊള്ളു. ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. അറിയാൻ മേല അങ്ങോട്ട് പറഞ്ഞു. ആൾക്കാർക്കൊക്കെ എന്തൊരു സ്നേഹമല്ലടാ. ഈ വണ്ടി പോയി പിന്നെ വേറെ വണ്ടിയില്ല. ചുറ്റി കറക്കി പോകുന്ന ബസ്സാണെന്നല്ലേ പറഞ്ഞേ? അതൊന്നുമില്ല. പിന്നെ നമ്മളിവിടെ ഒരു തൊഴിൽ ചെയ്യാൻ വേണ്ടി വന്ന. എന്ത് ജോലി? ഹോട്ടൽ പണിക്ക് വന്നത്. അപ്പൊ നാട് മൊത്തം ചുറ്റി കണ്ടാലല്ലേ നാടെങ്ങനെയുണ്ട്, നാട്ടുകാരെങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതൊക്കെ ബിസിനസ് സീക്രട്ട് ആടാ മോനെ. സത്യമായിട്ടും. ചേട്ടാ ചേട്ടാ ഇതൊന്ന് പിടിക്കാൻ പോയി. ഇറങ്ങുമ്പോ മേടിച്ചോളാം. പറ്റൂല, ഭയങ്കര ജോലിയുണ്ട്.
ബാഗ് തന്നിട്ട് അതില്ല ഇതില്ല എന്നൊക്കെ പറയാനല്ലേ. എന്നെ കൊണ്ട് പറ്റില്ല, നിങ്ങൾ സൂക്ഷിച്ചോ. സാരി. നീ എന്തേ കാണിക്കുന്നത്? ആ ബാഗ് ഇങ്ങോട്ട് തന്നെ. ഒരു സാധനത്തിന് സൂക്ഷിച്ചല്ലേ. പിന്നെ ഹലോ, ഈ ബാഗ് ഒന്ന് പിടിച്ചോളോ? ഞങ്ങൾ ഇറങ്ങും മേടിച്ചോളാം. താങ്ക് യു. ആരാ ഭരിക്കുന്നേ? സാരി വിടടാ. എടാ, നമ്മൾ ഈ ബസ്സിൽ കയറിയിട്ട് ഇപ്പൊ കുറേ നേരമായി കാണൂലേ? എന്താടാ കുറച്ചും ഈ സീറ്റിലിരുന്ന് ഒരു പെൺകുട്ടിയുടെ കൊടുത്തപ്പോ ആ പെൺകുട്ടി കിളവിയാ. അത് കിഴവി തന്നെയാ. എന്ത്? അതെല്ലോടാ. അപ്പൊ പെണ്ണ് അയ്യോ അപ്പൊ നമ്മുടെ മുതലാളി. മുതലാളി ഹലോ ശരവണ. പറഞ്ഞില്ലേ ജീവനോടെ തന്നെ ഉണ്ട്. പറയും മുതലാളി. ആ നിങ്ങൾ എവിടെയാ ഉള്ളത്? അത് ഈ ബസ് ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ അങ്ങോട്ട് വരുമ്പോഴേക്കും മുതലാളി ഒരു ദോശയും സാമ്പാറും ഒക്കെ കഴിച്ചിരുന്നു. എടാ, മുതലാളി കഴിച്ചു തരുമ്പോഴേക്കും നമ്മുടെ എല്ലാ ബാഗ് ഉണ്ടാവണം. കിട്ടിയില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മുതലാളി കൊണ്ട് തീറ്റിക്കാം. സാർ അപ്പൊ ഈ ബില്ല ആ, അത് നീ എടുത്തോളൂ. ഇനിയും ഒരു ദോശയും കൂടി പോയി എടുത്തോണ്ട് വാടാ. അയ്യോ ദേടാ, പിന്നെ മുതലാളി വിളിക്കണ്ട. ഇങ്ങിതാ ഞാൻ സംസാരിക്കാം. മുതലാളി ചുമ്മാ ഇരിക്കുന്നേ. അല്ല, അവിടെ എന്താ ഒരു ശബ്ദം? അല്ല മുതലാളി എന്തിനാ പിന്നെ വിളിച്ചേ? ദോശ ഇല്ലെന്നേ, ഭൂരിയും മസാലയും ഉള്ളൂ. അതാ കഴിക്കണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷനിലാണ്. ആ അതിനെ മുതലാളി ഒച്ചോണ്ടാക്കിയേ. കൺഫ്യൂസ്ഡ് ആയ കോയിനിട്ട് നോക്കാറില്ലേ? അല്ല, ഞാൻ കൺഫ്യൂഷൻ ആയെന്ന് അവനെങ്ങനെ അറിയാം? മുതലാളി അവൻ അത്രയധികം മനസ്സിലാക്കിയിട്ടുണ്ട്. ശരി, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? കോയിൻ ഇട് മുതലാളി. അല്ല, അതൊക്കെ ഇരിക്കട്ടെ. ഹലോ, കോയിൻ ടോസ് ഇടാൻ പോലും 10 പൈസ ഇല്ലല്ലോ. ഭൂരി മസാല കഴിക്കണോ വേണ്ടയോ? കോയിൻ ടോസിൽ ഹെഡ്സ് വീഴുമെന്ന് വിചാരിച്ചു. പക്ഷെ നിങ്ങളുടെ ഹെഡിൽ വന്ന് വീഴുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. അതെ കണ്ടക്ടർ സാറേ, ഇത് ആ മൂലക്ക് ഇരുന്ന് ഒരു റോസ് കളർ സാരി എടുത്ത പെങ്കൊച്ചിന്റെ ഒരു ബാഗ് കൊടുത്തിരുന്നു. ആ കുട്ടിയെ വേഗം വേഗം ഇറങ്ങണം. 3 സ്റ്റോപ്പ് മുമ്പ് കൊച്ചിറങ്ങി. ഹോട്ടൽ ബില്ല്, കറണ്ട് ബില്ല്, ആസ്പത്രി ബില്ല് മൊത്തം 4000 ഉറുപ്പിക ഉണ്ട്. അല്ല, ഇപ്പൊ ശരിയാക്കി തരാവേ. എങ്ങോട്ടാ? എങ്ങോട്ടും ഇല്ല. റേഞ്ച് കിട്ടുന്നില്ല, അതുകൊണ്ടാ. എപ്പോഴാ കിട്ടുക? ഇപ്പൊ കിട്ടുമെന്നേ. ആ ഹലോ, അല്ല നിങ്ങള് എവിടെയാ ഉള്ളത്? 4 ഇഡ്ഡലിയെ കഴിച്ചോളൂ, 4000 രൂപ ബില്ലും. 4 ഇഡ്ലിക്ക് 4000 രൂപയോ മുതലാളി? അപ്പൊ ഒരു ഇഡ്ലിക്ക് 1000 രൂപയോ? 10 ഇഡ്ലിക്ക് 10000 രൂപയോ? നീ എന്താടാ കണക്ക് പരീക്ഷ എഴുതുകയാണോ? നിങ്ങൾ ഇപ്പൊ എവിടെയാണാ ഉള്ളത്? ഇതാ വന്നോണ്ടിരിക്കുക മുതലാളി. ഞങ്ങൾ ഓടി വന്നോണ്ടിരിക്കുക. ആ നിങ്ങളെ ഞാൻ കണ്ടു. ആ പതുക്കെ വന്നാ മതി, പതിയെ പതിയെ. കൊച്ചു ചെറുക്ക തവി എടുത്തിട്ടാണോടാ കളിക്കണേ? നോക്കല്ലേ, ഈ കട മുഴുവൻ വാങ്ങിക്കാൻ എത്രയാവൂന്ന് ചോദിച്ചു പറയടാ. ആരെന്റെ പേര് വിളിച്ചു പോകുന്നത് കേട്ടിട്ട് മുതലാളിയുടെ ശബ്ദം പോലെ ഉണ്ടല്ലോ. അതാണ് ഞാനും കേട്ടു. അവിടെ നിക്കടാ. അല്ല ചരവടാ, അല്ല ഞാൻ അവരെ പിടിക്കാന്ന് പറഞ്ഞാ നീ ഓടുക. നീ എന്തേലും ചെറുക്കാണോ? എനിക്ക് 10-40 വയസ്സാണോ? എടാ, പന്നിക്ക് പേരിട്ട് പറഞ്ഞില്ലേ? തിന്നിട്ട് കാശ് തരാൻ വക്കില്ല. എന്നിട്ടാ നിന്റെ വർത്താനം. ഇവരോടൊന്നും സംസാരിച്ചതിന്റെ കാര്യമില്ല. പിടിച്ചോ, എവിടെയാടാ ഓടണേ? ഇത് മുതലാളിയുടെ അച്ഛനാ. പോടാ, ആദ്യം അതെടുത്ത് കളയടാ. ഇവനൊക്കെ എവിടുന്ന് വന്നാണ്? അവസാനമായിട്ട് എല്ലാരും നന്നായിട്ട് ഒരു മുതലാളിയുടെ അച്ഛ ഇവിടെ തന്നെ ഇരുന്നുള്ളൂ. നല്ല സ്ഥലമാണ് കേട്ടോ. ആരും എടുക്കാൻ പോകുന്നില്ല. നിന്റെ ആരോ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അവന്മാർക്ക് ഫോൺ ഇട്ട് വരാൻ പറ. ഇപ്പോഴല്ലേ അവന്മാർ ഓടിയത്? അതിനുള്ളിൽ പരിധിക്ക് പുറത്തേക്ക് പോയോ? അവര് പരിധിക്ക് പുറത്തായിക്കോട്ടെ, നീ ആദ്യം അകത്തേക്ക് വാ. അകത്തേക്ക് വാ. മനസ്സിലാവുന്ന രീതി പറ. ആ പെൺകുട്ടിയെ കാണാൻ നല്ല ഭംഗിയാ. കണ്ണുണ്ടല്ലോ, കണ്ണ്. അത് നിനക്ക് ബാഗാണോ വേണ്ടത് പെണ്ണാണോ? അനിയ, നീ ഒന്ന് സമാധാനിക്കേ.
എന്താന്ന് വെച്ചാ പറ മഹനെ. അഹം, അവള് നടക്കുമ്പോഴുള്ള കൊലുസിന്റെ ശബ്ദം ഒന്ന് കേൾക്കണതാ. മനസ്സിൽ കുളിര് കോരും. ആ ശബ്ദം കേട്ടാ അവൾ എങ്ങോട്ടാ പോയതെന്ന് ആർക്കും മനസ്സിലാവും. അനിയ, ഈ പറഞ്ഞതൊക്കെ കേട്ടപ്പോ എനിക്ക് തന്നെ വല്ലാത്തൊരു അനുഭൂതി.